ഹലോ ഗൈസ്, ആർട്ട് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ് പടപ്പാൾ. ഇന്നൊരു വെറൈറ്റി സാധനമായിട്ട് വന്നിട്ടുള്ളത് ഫേക്ക് മണി ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റമാണിത്. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയോ? നമ്മുടെ പറഞ്ഞ പോലെ തന്നെ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ കള്ളനോട്ട് മാത്രം കണ്ടുപിടിക്കാനുള്ള മെഷീനാണോ? അല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗവൺമെൻറ് പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതായത് ഗവൺമെൻറ് സെക്യൂർഡ് ആയിട്ടുള്ള കുറേ പേപ്പേഴ്സ് അതിപ്പോൾ ഫേക്കായിട്ടൊക്കെ ഇറക്കുന്ന ആളുകളുണ്ട്. കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഫേക്കായിട്ട് ഇറക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ഫേക്കാണോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു കിടുക്കാച്ചി മെഷീൻ മാത്രം മതി. ഇത് വെച്ചിട്ട് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത് കുറച്ച് നോട്ടുകളുടെ കറൻസിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫേക്കാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് രേഖകളുണ്ട്. അതായത് നെയ്ക്കഡ് ഐയിൽ കാണാൻ കഴിയാത്ത കുറച്ച് രേഖകൾ, അതാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഇന്ന് കാണാൻ പോകുന്നത്. അതുകൂടാതെ നമ്മുടെ പാൻ കാർഡിലും കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സംഭവമുണ്ട്. അതേപോലെ പാസ്ബുക്കിലുണ്ട്, ചെക്ക് ലീഫിലുണ്ട്, നമ്മുടെ പാസ്പോർട്ടിലുണ്ട്, പിന്നെ നമ്മളുടെ ATM കാർഡിലുണ്ട്. ഈ ഒരു സംഭവം എങ്ങനെയാണ് നമ്മളിത് കണ്ടെത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അധികം സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കം ഓൺ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഈ ഫേക്ക് മണി ഡിറ്റക്ടറിൽ ചെക്ക് ചെയ്യാൻ പോണത് ഒന്ന് നമ്മളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ATM കാർഡാണ്, പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് ഉണ്ട്, പിന്നെ SBIയുടെ ഒരു ചെക്ക് ലീഫ്, പിന്നെ 100 രൂപ നോട്ട്, 500 രൂപ നോട്ട്, 10 രൂപ നോട്ട്, 200 രൂപ നോട്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കല്ലേ എന്നാൽ. ഓക്കെ, നമ്മൾ പാസ്പോർട്ട് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഡീറ്റെയിൽസ് മാത്രമേ കാണുന്നുള്ളൂ. നേക്കഡ് ഐയിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? പക്ഷേ ഇത് നമ്മളുടെ ഈ ലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാണാൻ കഴിയുക? അപ്പോൾ നോക്കി നോക്കാം. ഭാരത സർക്കാർ എന്ന് നല്ല വൃത്തിയിൽ എന്ത് രസമായിട്ട് എഴുതിയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് മാർക്സൊക്കെ, ഒരു പൂവൊക്കെ കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ. ഓക്കെ, ഈ ഭാഗത്ത് ഇപ്പോൾ എന്ത് കാണാനുള്ളത്? സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ചിഹ്നം മാത്രമേ കാണാനുള്ളൂ. അശോക ചക്രം ഉണ്ട് ഇതിൽ. പക്ഷേ ഇത് വെച്ചാൽ എന്താ ഉണ്ടാവുക? പക്ഷേ UVയിൽ വെച്ചപ്പോൾ ആ ഒരു ചിഹ്നമൊന്നും കാണാനില്ല. പകരം ഈ ഒരു അതിമനോഹരമായിട്ടുള്ള ഫ്ലവറാണ് കാണുന്നത്. അതേപോലെ കുറേ മാർക്സും. ഓക്കെ, 500 രൂപയുടെ ഒരു നോട്ടാണിത്. ഈ നോട്ടിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? നോർമലി കാണാം അല്ലേ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇതിൽ വെച്ചാൽ എന്താ സംഭവിക്കുക? ആ കറുത്ത നിറത്തിൽ എഴുതിയിട്ടുള്ള ആ സീരിയൽ നമ്പറൊക്കെ അതാ പച്ച കളറായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തിരിച്ചു വെച്ച സമയത്ത് നമ്മൾ നേക്കഡ് ഐയിൽ കാണാൻ കഴിയാത്തൊരു ലൈനാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ പതാകയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഓക്കെ, ഇനി 200 രൂപ ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ 200 രൂപയിൽ ഇതേപോലെ തന്നെ 500 രൂപ നോക്കിയ പോലെ തന്നെ ഇതിലൊന്നും കാണാനില്ല. ഒന്നും കാണാനില്ല എന്നല്ല, നമ്മളുടെ പ്രത്യേകിച്ച് മാജിക് ഒന്നും കാണാനില്ല. പക്ഷേ ആ ഫേക്ക് മണി ഡിറ്റക്ടറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 200 രൂപയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. കാരണം അതിൻ്റെ കളർ ഉണ്ടല്ലേ, അതിൻ്റെ സൈഡിലൊക്കെ റെഡ് കളറിലല്ല ഭംഗിയിൽ തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബ്ലാക്ക് സീരിയൽ നമ്പറൊക്കെ പച്ചയായിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 100 രൂപയാണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഈ 100 രൂപയിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അത്ഭുതം ഉണ്ടാവുമെന്ന് നോക്കാം. ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുള്ള സീരിയൽ നമ്പറൊക്കെ പച്ച കളറായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മാർക്സ് അവിടെ ഇവിടെയും കാണാനുണ്ട്. 10 രൂപ നോട്ടിൽ എന്തെല്ലാം കാണാൻ കഴിയും അത് നമുക്ക് നോക്കാം. നേരിട്ട് കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു ലൈൻ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. 10 രൂപ മാറ്റമുണ്ട്. അല്ല, തിരിച്ചു വെച്ച സമയത്തും അതേപോലെ ലൈൻ ഉണ്ട്. അശോക ചക്രത്തിൻ്റെ അടുത്ത് കുറേ മാർക്സ് ഉണ്ട്. ഇത് നമ്മളുടെ എൻ്റെ പാൻ കാർഡാണ്. ഈ പാൻ കാർഡ് ഭയങ്കര അത്ഭുതം സൃഷ്ടിച്ചൊരു സംഭവം കേട്ടോ. കണ്ട, ഇതിൽ നേക്കഡ് ഐയിൽ ഒന്നും തന്നെ ഇതിൻ്റെ ഈ ഭാഗത്താ അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഫ്രാറെഡ് ലൈറ്റിലേട്ടുണ്ട് കയറി കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് തന്നെ പറയാം. സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുള്ള നമ്മളെ നാഷണൽ എംബ്ലം തെളിഞ്ഞ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രതിഭ എന്നും പിന്നെ നമ്മുടെ ഫോട്ടോയുടെ മുകളിൽ എന്തോ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡ് ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ചെറിയ ചിഹ്നം കാണുന്നുണ്ട്. പക്ഷേ അത് ആ ഇതിൽ ലൈറ്റിലുണ്ട് കണ്ടപ്പോൾ വെട്ടി തിളങ്ങണ ഒരു പച്ച കളറിൽ കാണാൻ കഴിഞ്ഞു. ആധാർ കാർഡിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ഒരു ലൈനുണ്ട്. ആധാറിൻ്റെ ചിഹ്നമാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എൻ്റെ ഒരു പഴയ ചെക്ക് ലീഫാണ്. ഈ ചെക്ക് ലീഫിൽ ഞങ്ങൾ 3-4 ഭാഗത്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ബ്ലാങ്ക് അടിച്ച് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ഈ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സാധനം കണ്ടു. SBI എന്ന് എഴുതിയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരു മാർക്ക് ഇതിനുള്ളിലുണ്ട്. ഇത് നേക്കഡ് ഐയിൽ കാണാൻ കഴിയാത്തൊരു സാധനം കേട്ടോ. SBIയുടെ ചിഹ്നമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഇത് നമ്മുടെ നന്ദൂറ്റിയുടെ ഫുൾ A+ വാങ്ങിയിട്ടുള്ള 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റാണ്. ഇതിൽ ചെക്ക് ചെയ്ത് എന്താ സംഭവിക്കണം നോക്കാം. SSLC ബുക്കിലും ഹിഡൻ ആയിട്ടുള്ള ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റെഡ് ലൈറ്റിൽ നമ്മുടെ സീരിയൽ നമ്പർ കാണാം, അതേപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ചിഹ്നവും കാണാനുണ്ട്. അതുകൂടാതെ ആ സീലും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സ്ഥിരം പറഞ്ഞ സംഭവമാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.